ഗുഡ് മോർണിംഗ്. ഈശ്വരമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടു കൂടിയായിരിക്കും. ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത അല്ലേ ക്രിസ്തു. വലിയ സന്തോഷമാണ് നമുക്കുണ്ടാകേണ്ടത്, ചെറിയ സന്തോഷമൊന്നുമല്ല. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സെബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 5 വചനം 44. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അതായിരുന്നു ഇന്നലെ പഠിച്ച വചനം. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വചനമാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനം. ഈ കാലഘട്ടത്തിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന, ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന ക്രൈംസ്, ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന തിന്മകളുടെ വലിയൊരു കൂമ്പാരം, അത് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഈ വചനം പറഞ്ഞു വയ്ക്കുന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വചനം ഇതാണ്: എല്ലാം നിയമാനുസൃതമാണ്. നമുക്കെല്ലാം നിയമാനുസൃതമാണ്. നിയമം അനുവദിക്കുന്നുണ്ടാവാം. ചില രാജ്യങ്ങളിലൊക്കെ ചില നിയമങ്ങളൊക്കെ അനുവദിച്ചിട്ടും അത് ചെയ്യുന്നത് കൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ പ്രയോജനമുണ്ടോ എന്ന് നാം ആലോചിക്കണം. ഇന്നലെയും ഇനിയാന്നും ഒക്കെ കണ്ട ഓരോ വാർത്തകളും ഒക്കെ കാണുമ്പോഴത്തേക്ക് വളരെ സങ്കടമുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു എല്ലാം നിയമാനുസൃതമാണ്. 1 കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 12-ാം വചനം. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇതാണ് ആ വചനം. എല്ലാം നിയമാനുസൃതമാണ്. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ, ബട്ട് നോട്ട് ഓൾ തിങ്സ് ആർ ഹെൽപ്ഫുൾ. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ, ബട്ട് I will not be enslaved by anything. എല്ലാം നിയമാനുസൃതമാണ്. ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒന്നും എനിക്ക് പ്രയോജനകരമല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്യണം. ഇതൊക്കെയാണ് നാം നമ്മോട് തന്നെ ചോദിക്കുന്നത്. എൻ്റെ ശരീരത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സാമൂഹിക ജീവിതത്തിന് ഞാൻ ഇടപെടുന്ന മേഖലകളിൽ എന്തെങ്കിലും പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ ജീവിതത്തിന്, എൻ്റെ ശരീരത്തിന് പ്രയോജനകരമായ കാര്യം ചെയ്യുക. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കും. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ. ഞാൻ സമ്മതിക്കുകയില്ല. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ, ബട്ട് നോട്ട് ഓൾ തിങ്സ് ആർ ഹെൽപ്ഫുൾ. ഓൾ തിങ്സ് ആർ ലോഫുൾ ഫോർ മീ, but I will not be enslaved by anything. അപ്പം നാം സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമാണോ എൻ്റെ ആ ഒരു പ്രവൃത്തി? ഏതെങ്കിലും ഒരു പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുകയാണെങ്കിൽ നാം ചെയ്യുന്ന ആ പ്രവൃത്തി കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സൂക്ഷിക്കുക. ദൈവത്തോട് ചേർന്ന് നന്മ ചെയ്യുവാനായി, നല്ലത് പ്രവർത്തിക്കുവാനായി, നമ്മുടെ ജീവിതത്തിനും മറ്റുള്ളവർക്ക് നല്ലതുണ്ടാകുവാനായിട്ട് യത്നിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.